നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് കാട്ടുകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ രേവതി മഹോത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വളരെ പുരാതനമായ ക്ഷേത്രമാണ്. കൂടാതെ ഏകദേശം 12ഓളം ആനകൾ എഴുന്നള്ളിച്ചിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ കാട്ടുകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. നമ്മുടെ ഈ പ്രദേശത്ത് നടക്കുന്ന ഉത്സവങ്ങളിൽ വളരെ വിശേഷപ്പെട്ട ഉത്സവം കൂടിയാണ് നമ്മുടെ കാട്ടുകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം. അതിന്റെ കാഴ്ചകളിലേക്കും അതിന്റെ ഭാരവാഹികളുമായിട്ടുള്ള നമുക്കുള്ള അഭിമുഖത്തിലേക്കും പോവാം. നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് കാട്ടുകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ഇവിടെ രേവതി മഹോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് കാട്ടുകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. വളരെ പുരാതനമെന്ന് പറയുമ്പോൾ ഇവിടെ ചെറിയ ഒരു പൂരം വരെ നടന്ന ഒരു ക്ഷേത്രമാണ്. കാരണം 12ഓളം ആനകളെ എഴുന്നള്ളിച്ച് നടത്തിയ ഒരു ഉത്സവം കൂടിയാണ്. പക്ഷെ ഇപ്പോൾ ആന എഴുന്നള്ളത്തിന് ചില പരിമിതികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവരത് ഒഴിവാക്കിയിരിക്കുന്നത്. എന്നാലും ബാക്കി ക്ഷേത്രാചാര പ്രകാരമുള്ള മുഴുവൻ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാരവാഹികളാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ട്രഷറർ ഉണ്ട്, അങ്ങനെ വൈസ് പ്രസിഡന്റ് ഉണ്ട്, രക്ഷാധികാരിയുണ്ട്, ഒക്കെ ഞങ്ങളിവിടെ ഉണ്ട്. നമ്മുടെ ഈ ഉത്സവ വേളയിൽ അവരെ നമുക്കൊന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യം പ്രസിഡന്റ് നമ്മൾ പരിചയപ്പെടുകയാണ്. നമ്മുടെ പേര് എന്റെ പേര് രാജേഷ്. അപ്പൊ രാജേഷ് എത്ര നാളായിട്ട് ഇവിടെ പ്രസിഡന്റ് ആയിട്ട് തുടരുന്നു? ഞാനിപ്പോ 3 വർഷമായി. അപ്പൊ ഈ ക്ഷേത്രം ആദ്യമൊക്കെ വളരെ അങ്ങനെ ഒരു പുരോഗമനം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല. വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനല്ല. ഈ പ്രദേശത്തെ നല്ലൊരു ക്ഷേത്രങ്ങളിലൊന്നാണ്, പുരാതന ക്ഷേത്രമാണ്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ വികസനത്തിന്റെ പങ്കാളിത്തത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മുടെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ തെക്കൻ കേരളത്തിൽ അപൂർവമായിട്ടുള്ള പടിഞ്ഞാറോട്ട് ദർശനമാണ് ഭഗവാനുള്ളത്. ഇവിടെ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഉപദേവതകളായിട്ട് ഗണപതിയും ദുർഗാദേവിയും അയ്യപ്പനും നാഗരാജാവും നാഗേക്ഷിയും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റിയിൽ എന്ന് പറയുമ്പോൾ നല്ല വികസിത പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഉത്സവത്തിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് ഒരു അന്നദാനം മണ്ഡപം പണിയുന്നതിനായിട്ട് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു 30 സെന്റ് വസ്തു മഹാവിഷ്ണു ക്ഷേത്രം ട്രസ്റ്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ അന്നദാന പണികൾ ആരംഭിക്കുന്നതാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഉത്സവം സുഖമായി നടക്കട്ടെ. ഇപ്പൊ അടുത്ത ഞങ്ങളോടൊപ്പമുള്ള സെക്രട്ടറിയാണ്. സെക്രട്ടറി പേര്? എന്റെ പേര് ബിജു തമ്പാൻ. ബിജു തമ്പാൻ സെക്രട്ടറി എന്നല്ല, എത്ര വർഷമായിട്ട് സെക്രട്ടറി ആയിട്ട് തുടരുന്നു ഇവിടെ? സെക്രട്ടറി ആയിട്ട് ഞാനൊരു 3 വർഷമായി. അപ്പൊ നിങ്ങൾ എല്ലാവരും 3 വർഷമായിട്ട് എന്റെ ഭാരവാഹിത്വം വഹിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബയല അനുസരിച്ച് 2 വർഷക്കാലമാണ് കാലാവധി ഉള്ളത്. ഈ 2 വർഷ കാലാവധി പൂർത്തിയാകുമ്പോൾ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നു. ആ തെരഞ്ഞെടുക്കുമ്പോൾ മുൻകാലങ്ങളിലെ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ കമ്മിറ്റിയിലൊക്കെ ഇരുന്ന ആൾക്കാർ തന്നെയാണ് തുടർ കമ്മിറ്റികളിലും വന്നുകൊണ്ട്. അപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് പറയാനുള്ളത് കാര്യം, ഈ 3 ദിവസത്തെ ഉത്സവമാണെങ്കിൽ പോലും വളരെ ചെലവേറിയ ഉത്സവം കൂടിയാണ് ഇത്. കാര്യം ഇവിടെ വളരെ ഭംഗിയായ ഉത്സവം നടന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണത്. അപ്പൊ ചില പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ആന എഴുന്നള്ളത്തെ മറ്റും ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പൊ മറ്റെന്തൊക്കെ പരിപാടികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്? ഇപ്പൊ ആസൂത്രണം ചെയ്തെന്ന് പറയുമ്പോൾ ഇന്ന് 3 ദിവസത്തെ ഉത്സവമായിട്ടാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്തുള്ള കലാകാരന്മാരും കലാകാരികളുമായിട്ടുള്ള കുട്ടികൾക്ക് അവർ പഠിച്ചിട്ടുള്ള ഡാൻസ് ആയാലും പാട്ടായാലും അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഇതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ആദ്യത്തെ ഒരു ദിവസം മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പം ഈ പ്രാവശ്യം നമ്മൾ പരിശോധിക്കുമ്പം 2ാമത്തെ ദിവസം ഒരു മെഗാ ഷോയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് സിനി ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരൊക്കെ അതിലുണ്ട്. അംഗങ്ങൾ ഈ പറഞ്ഞ പ്രോഗ്രാംസിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അതാണ് മെയിൻ പരിപാടിയായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ 3ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ എഴുന്നള്ളത്താണ്. എഴുന്നള്ളത്ത് ഏകദേശം ഒരു 3-3:30 മണിക്ക് നമ്മൾ ഇവിടുന്ന് എഴുന്നള്ളത്ത് പുറപ്പെടും. അത് ഘോഷയാത്രയായിട്ടാണ് എഴുന്നള്ളത്ത് പുറപ്പെടുന്നത്. അത് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തില് കടയ്ക്കൽ ടൗൺ വഴി പ്രദർശനം ചെയ്യുന്ന ഒരു എഴുന്നള്ളത്ത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഈ കാട്ടുകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം തന്നെയാണ്. കാരണം ഒരു ഒട്ടനവധി ക്ഷേത്രങ്ങൾ പരിസരത്തുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ക്ഷേത്രത്തിന് ഏകദേശം ഒരു 50 വർഷത്തിന് മുകളിലുള്ള എഴുന്നള്ളത്ത് കടയ്ക്കൽ ടൗൺ വഴി പോയതായിട്ടാണ് എന്റെ. നേരത്തെ ഈ ചെറിയൊരു പൂരം പോലും അവിടെ വെച്ച് നടത്തിയിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. അത്തരത്തിലാണ് നടക്കുന്നത്. അത് ഇവിടെ ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ എഴുന്നള്ളത്ത് ഇവിടെ വരുന്നു. താലപ്പലി വിളക്കിന്റെ അകമ്പടിയോടുകൂടി വരുന്നു. അതിനുശേഷം നമ്മള് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ 2 വർഷം കൊണ്ട് ഈ സാന്ത്വന പദ്ധതി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സാധുക്കളായിട്ടുള്ള അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന നമ്മുടെ ക്ഷേത്ര പരിസരത്തും അല്ലെങ്കിൽ അതിന് ചുറ്റുവട്ടത്തൊക്കെ ഉള്ള അവരെ കണ്ടെത്തിയിട്ട് അർഹരായ ആരാണോ അവർക്ക് നമ്മൾ ഈ 2 വർഷം കൊണ്ട് അത് കൊടുക്കുന്നുണ്ട്. സാന്ത്വന പദ്ധതി കൊടുക്കുന്നുണ്ട്. അത്
ഞങ്ങളിപ്പോ ഉള്ളത് ട്രഷറിന്റെ പേര് സന്തോഷ് കുമാർ. സന്തോഷ് കുമാർ ഈ വളരെ ഉത്സവം നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല, ഒരുപാട് ചെലവുകളുള്ള കാര്യമാണ്. അപ്പൊ ഇതിനൊക്കെയുള്ള സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ എങ്ങനെ കണ്ടെത്തുന്നത് വിശദമായിട്ടുള്ള ഒരു ചർച്ച പ്രസിഡന്റ് സെക്രട്ടറി പറഞ്ഞു. കൂട്ടായ്മ കാര്യമായിട്ട് നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും സന്തോഷിക്കാൻ പറ്റിയൊരു വകയെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് പൂരം നടത്തുകയും 4, 5, 10, 12 അങ്ങനെ വന്ന ക്ഷേത്രത്തിൽ മുൻകാലത്തെക്കാളും പുരോഗമനം കൂടുതലേ ഉള്ളൂ. പുരോഗമനം കൂടുതൽ വരാനിട്ട് ഇപ്പോൾ നടക്കുന്ന 3 ദിവസത്തെ ഉത്സവം നല്ല ഗംഭീരമായാണ്. അതായത് മെഗാഷോ ഉൾപ്പെടെ നടക്കാൻ കഴിഞ്ഞു. അത് യഥാർത്ഥത്തിൽ ഒരുപാട് കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റത്ത് പോയി. അന്നദാനം എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളും അന്നദാനം, നമ്മളെ അന്നദാനം പ്രത്യേകതയാണ്. ആർക്കും വേർതിരിവില്ലാത്ത രീതിയിൽ വരുന്നവർക്ക് നിൽക്കുന്നത് പ്രായഭേദമന്യേ, പ്രായത്തിന് വയസ്സായവരായാലും കുട്ടികളെ കൊണ്ടുവരുന്ന ഒരു പ്രത്യേക രീതിയിൽ അന്നദാനം മഹാദാനമായിട്ടാണ് ഇവിടെ ചെയ്യുന്ന ഒരു വലിയൊരു സംഭവമാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് ഇപ്പം നോക്കുമ്പോൾ ഇവിടെ ഒരു പിരീഡ് ഇറങ്ങിയാൽ എല്ലാത്തിനും നല്ല വിശദമായൊരു സംഭവം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാവരും വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് 3 ദിവസം പരിപാടി. അത് മാത്രമല്ല 3ാമത്തെ ദിവസം ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളെക്കാളും ബലപരമായ രീതിയിൽ കെട്ടുകാഴ്ചയും മറ്റുള്ള അകമ്പടിയോടെയാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാവിധ ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും ഉള്ളതുകൊണ്ട് ക്ഷേത്ര പുരോഗമനത്തിന് വേണ്ടിയുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും ഇറങ്ങി ജനങ്ങളും നമ്മളോട് ഉള്ളതുകൊണ്ട് പുരോഗമനത്തിന് വേണം. വിശേഷിച്ചും ഇവിടുത്തെ ഭക്തരെന്ന് പറഞ്ഞാൽ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഈ ഭാഗത്തുനിന്നും ഒരുപാട് വന്ന് ഡെയിലി പോകുന്നതാണ്. കാരണം പടിഞ്ഞാറ് ദർശനമുള്ള ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ മഹത്വത്തിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ വർഷം നടന്നതിനേക്കാളും ഒത്തുകൂടെ വലുതാകാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്കളുടെ പേരെന്താണ്? ജ്യോതി. എന്ത് ഭാരവാഹിത്വമാണ്? വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് അതായത് ഭക്തജനങ്ങളുടെ എത്രത്തോളം ഒരു സഹകരണം ഈ ക്ഷേത്രം? നല്ല രീതിയിലാണ് നമ്മളോട് എല്ലാവരും സഹകരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷത്തെക്കാട്ടി കൂടുതലായിട്ട് നമ്മൾ ഈ പ്രാവശ്യം ആൾക്കാർ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അത് കണക്കിന് സംഭാവനകൾ നല്ല രീതിയിൽ തരുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇപ്പം ക്ഷേത്രത്തിന് നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല രീതിയിലാണ് ആൾക്കാർ നമ്മുടെ അടുത്ത് സഹകരിക്കുന്നത്. എല്ലാ രീതിയിലും മാക്സിമം അവർ നമ്മുടെ അടുത്ത് ഇടപഴകുന്നുണ്ട്. വരുന്ന ഭക്തജനങ്ങൾ വരുന്നുണ്ട്. എല്ലാ രീതിയിലും നമുക്ക് നല്ല രീതിയിലുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനി നമുക്ക് ജോയിന്റ് സെക്രട്ടറി ആണല്ലേ? ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള പേര് സാബു. അപ്പൊ സാബു, നമ്മുടെ ഈ ക്ഷേത്രം നിങ്ങളൊക്കെ ഈ മുറ്റത്ത് ജനിച്ചു വളർന്നവരാണ്. അപ്പോൾ ഈ ക്ഷേത്രമായിട്ട് വളരെ ബന്ധമുള്ളവരാണ്. എല്ലാവരും അത് തന്നെ. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഈ ഭക്തജനങ്ങൾ ആദ്യമൊക്കെ ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ വളരെ കുറവായിരുന്നു വരാനായിട്ടേ. ഇപ്പോൾ ഈ വികസനമൊക്കെ വന്നു. ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലൊക്കെ പുതുക്കി പണിതു. ഒക്കെ ഇതിന്റെ മേക്കൂര തന്നെ വളരെ പുരാതനമുള്ളതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അനുഭവങ്ങള് ഇവിടെ മെയിനായിട്ട് നമ്മുടെ പാൽപ്പായസം തന്നെയാണ് വഴിപാട് ഏറ്റവും പ്രധാനം. എല്ലാ വ്യാഴാഴ്ചയും പാൽപ്പായസം നിവേദനം നടത്താനായിട്ട് രാവിലെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അതിന് ആൾക്കാർ ഭയങ്കര വിശ്വാസവും ഭഗവാനെ പ്രാർത്ഥിച്ച് തൊഴുതാൽ നല്ല ഇത് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം ഒരുപാട് ഞങ്ങൾക്കുണ്ട്. അത് നമ്മളെ കമ്മിറ്റി അനുസരിച്ചുള്ള ഒരു പ്രോത്സാഹനം, ആ ഒരു സപ്പോർട്ട് നമ്മൾ കമ്മിറ്റി ഭാഗത്തുനിന്ന് ഒരുപാട് ഉള്ളതുകൊണ്ട് ആൾക്കാർക്കും ക്ഷേത്രം വരാനൊരു താല്പര്യമുണ്ട്. ആ രീതിയിലാണ് നമ്മൾ കമ്മിറ്റി അംഗങ്ങളും അവരോടൊപ്പം നിൽക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിൽ വിശേഷങ്ങൾ അറിയിക്കാനായിട്ട് നമ്മളൊരു അമ്പലത്തിന്റെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പും 400 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു നമ്മൾ ട്രസ്റ്റുകളും വെളിയിലുള്ള ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് 400 അംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഗ്രൂപ്പുണ്ട്. ക്ഷേത്രത്തിൽ എല്ലാ കാര്യങ്ങളും അവരെ അറിയിക്കുന്നുണ്ട്. അവർക്കും ഒരു നല്ല സപ്പോർട്ടും അവർക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. കാരണം ക്ഷേത്രത്തിൽ എന്ത് പൂജകൾ വിശേഷ പൂജകൾ ഉണ്ടെങ്കിലും അപ്പോഴേ ആൾക്കാർ അറിയുന്നുണ്ട്. വീട്ടിൽ തന്നെ അവർ അറിയുന്നുണ്ട്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ അവർക്കൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ പ്രദേശത്തിന്റെ ഒരു സമഗ്രമായിട്ടുള്ള ഭക്തജനങ്ങളുടെ ഒരു വരവ് ഇവിടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസം ഇപ്പൊ ഉണ്ട്. ആൾക്കാർ ക്ഷേത്രങ്ങളിൽ നമ്മളെ റോഡ് മുന്നത്തെ കാട്ടിപ്പോഴും കുറേയുടെ വ്യത്യാസം വന്നുകൊണ്ട് തന്നെ ആൾക്കാർ വരാനും യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ആൾക്കാർ എത്താൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ വർഷത്തെ ഉത്സവം 3 ദിവസം ഉത്സവമാണ്. അപ്പോൾ 1ാം ദിവസം നമ്മുടെ കുട്ടികൾക്കുള്ള പരിപാടി. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഇത് തുടങ്ങിയത്. സ്റ്റേജ് നമ്മളെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്റ്റേജ് അവർക്കാണെങ്കിൽ വേദി അങ്ങ് വേറെ കിട്ടുന്നില്ല. ഒരു വേദി കൊടുക്കാന്നുള്ള മറ്റു തീരുമാനമാണ്. ഏറ്റവും നല്ല തീരുമാനമാണ്. അപ്പൊ അതായത് നമ്മൾ 2ാം ദിവസം വലിയ പരിപാടിയെ കാട്ടിയും ആള് ഇഷ്ടപ്പെടുന്നതും അവര് കൈ നമ്മളെ സ്വന്തം കൊച്ചുങ്ങളെ പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും കുട്ടികൾ ഓരോ വർഷം കഴിയുന്ന കൂടി വരുന്നുണ്ട്. അപ്പൊ ഈ വർഷം തന്നെ 50 കുട്ടികൾക്ക് പുറത്തുനിന്ന് ഇവിടെ സ്റ്റേജിലുണ്ടല്ലേ. അപ്പൊ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹത്തിലെല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ രക്ഷാധികാരിയായിട്ടുള്ള അദ്ദേഹത്തെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര്? വിദ്യാധരൻ. പേര് അറിയാം എങ്കിലും നമ്മുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ചേട്ടൻ ഇവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഈ രക്ഷാധികാരിയായിട്ട് തുടർന്നിട്ട് എത്ര നാളായി? ഞാൻ ഇവിടെ വന്നിട്ടൊരു
40 വർഷമാവും. 40 വർഷത്തോളം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഒരു ചെറിയ അനുഭവം എന്താണ്? നമ്മുടെ ഈ കാര്യം ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്ന വെച്ചാൽ അവർക്കൊരു ആപത്ത് വന്നാൽ ഭഗവാനെ ഒന്ന് കണ്ട് ദർശനം നടത്തിയാൽ നമുക്കത് ആപത്ത് കുറയും. അതുപോലെ നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ എല്ലാവരും ആശ്രയിക്കുന്ന ക്ഷേത്രങ്ങളും ഭഗവാനെയൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ അനുഭവം എന്തെങ്കിലും? അനുഭവം എന്ന് പറയുന്നത് ഇത് പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഒരു ക്ഷേത്രമാണ്. എന്ന് പറഞ്ഞാൽ ഭക്തര് വിളിച്ചാൽ വിളി കേൾക്കും എന്നാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസത്തിലാണ് ഇപ്പോഴും പോകുന്നത്. പിന്നെ ഭക്തര് എന്ന് പറയുമ്പം ഈ അടുത്ത പ്രദേശത്തുള്ളവരൊക്കെ ഇവിടെ വന്ന് എല്ലാം മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ വന്ന് ഭഗവാനെ കണ്ട് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവരൊക്കെ അതിന്റെ നല്ല ഇത് കിട്ടുന്നുണ്ട്. ക്ഷേത്രങ്ങൾ അങ്ങനെയാണല്ലോ. കാര്യം നമ്മള് ഏറ്റവും വിളിച്ചാൽ വിളി കേൾക്കും എന്നാണ് വിശ്വാസം. അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഈ സൗണ്ട് സിസ്റ്റം അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. കാര്യം എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവത്തിന് ഏറ്റവും പ്രധാനം ഒഴിച്ചുകൂടാൻ പറ്റുന്ന ഒരു ഘടകമാണ് സൗണ്ട് സിസ്റ്റം. ഏത് സൗണ്ട് സിസ്റ്റമാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്? നമുക്ക് കിഴക്കമ്പാകത്തുള്ള കീർത്തി സൗണ്ട്സ് ആണ് 8 വർഷക്കാലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. അവരുടെ മുതലാളിയായാലും അതിന്റെ ഓപ്പറേറ്റർമാരായാലും വളരെ നല്ല രീതിയിലുള്ള സഹകരണവും അവരുമായി കമ്മിറ്റി അംഗങ്ങളുമായി വളരെ ഇടപഴകിയാണ് മുന്നോട്ട് പോകുന്നത്. നല്ല വ്യക്തമായ രീതിയിലുള്ള സൗണ്ടും വ്യക്തമായ രീതിയിലുള്ള ലൈസൻസും എല്ലാമാണ് അവർക്കുള്ളത്. ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ കമ്മിറ്റി എല്ലാ വർഷവും കീർത്തി സൗണ്ട്സിനെയാണ് ഏർപ്പാടാക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. ഈ 3 ദിവസം നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന രേവതി മഹോത്സവത്തിന് നമ്മുടെ എല്ലാ ആശംസകളും നേരുകയാണ്. അത് ഉത്സവം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.